അസ്സലാമു അലൈക്കും. ഇപ്പോൾ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് സൃഷ്ടാവിൻ്റെ ആത്മാവിനെ പറ്റിയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അഥവാ സൃഷ്ടാവിൻ്റെ ആത്മാവിനെ പറ്റിയുള്ള രഹസ്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഖുറാനിൽ നിന്ന് എടുക്കുന്നത്. അധ്യായം 17 സൂറ അൽ ഇസ്രായിലെ 85, 86, 87, 89, അതുപോലെ 90 മുതൽ 95 വരെ, 96 വരെ ഇത്ര ആയത്തുകളാണ് എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് പോവാം. നിന്നോട് അവൻ ആത്മാവിനെ പറ്റി ചോദിക്കുന്നു. പറയുക, ആത്മാവ് എൻ്റെ രക്ഷിതാവിൻ്റെ കാര്യത്തിൽ പെട്ടതാകുന്നു. അറിവിൽ നിന്നും അല്പമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. നമുക്ക് ആത്മാവിനെ പറ്റിയിട്ട് കുറച്ച് അറിവുകൾ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. അല്പമല്ലാതെ നൽകപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇനി തീർച്ചയായും നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിനക്ക് നാം നൽകിയ സന്ദേശം പിൻവലിക്കുമായിരുന്നു. പിന്നീട് അതിന്റെ കാര്യത്തിൽ നമുക്കെതിരായി നിനക്ക് ഭാരമേൽപ്പിക്കാവുന്ന യാതൊരാളെയും നീ കണ്ടെത്തുകയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ സൃഷ്ടാവിന്റെ ആത്മാവ് എന്താ, എങ്ങനെയാണ് സൃഷ്ടാവിന്റെ അംശം എന്താന്നൊക്കെ കുറച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ വിശുദ്ധ ഖുർആനിൽ നോക്കിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഫുള്ള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആത്മാവിനെ പറ്റിയിട്ട് കുറച്ച് അറിവുകൾ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. അഥവാ ഈ അറിവുകളൊക്കെ അള്ളാഹു പിൻവലിച്ചിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ സൃഷ്ടാവിനെ നമ്മൾ കണ്ടെത്താൻ കഴിയുക? നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള കാരുണ്യം മാത്രമാവുന്നത്, നിന്റെ മേൽ അവന്റെ അനുഗ്രഹം തീർച്ചയായും മാത്രമാകുന്നു. അപ്പൊ സൃഷ്ടാവിന്റെ ആത്മാവിനെ പറ്റിയിട്ട് പറയുന്ന ഭാഗത്തിൽ പറയുന്നുണ്ട്, നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള കാരുണ്യം മാത്രമാകുന്നു. അതെന്തായിരിക്കും കാരുണ്യം എന്ന് പറയുന്നത്? നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, സൃഷ്ടാവിന്റെ ഒരു അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്, അഥവാ സൃഷ്ടാവിന്റെ കൈകളെ. അതുകൊണ്ടാണ് നമ്മളെ കൈകളിൽ ഈ നാമം വന്നതും നമ്മളെ എല്ലാ പ്രവർത്തികളും അവനെ അറിയാൻ കഴിയുന്നതും സൂക്ഷ്മമായി അറിയാൻ കഴിയുന്നതും ഈ ഒരു അംശം കാരണമാണ്. അതാണ് നമ്മുടെ ജീവനെ നിലനിർത്തുന്നതും എല്ലാ ഒരു അംശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ ആത്മാവിന്റെ ആ രഹസ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി തീർച്ചയായും ഈ ഖുറാനിൽ എല്ലാവിധ ഉപമകളും ജനങ്ങൾക്ക് വേണ്ടി വിവിധ രൂപത്തിൽ നാം വിവരിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യരിൽ അധിക പേർക്കും നിഷേധിക്കാനല്ലാതെ മനസ്സ് വന്നില്ല. അള്ളാഹു പറയുന്നുണ്ട്, എത്ര സത്യങ്ങളും എത്ര തെളിവുകളൊക്കെ വിശുദ്ധ ഖുറാനിൽ കൊടുത്തിട്ടും അവരുടെ മനസ്സ് എന്നെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് എന്ന് അള്ളാഹു അവിടെ പറയാണ്. ഇനി 90 മുതൽ 95 വരെ പറയുന്ന ആയത്തുകൾ എന്ന് പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഇറക്കപ്പെടുന്നതിന്റെ മുന്നേ, അഥവാ ജിബ്രീൽ മുഖേന എല്ലാ സന്ദേശങ്ങളും അറിയുകയും സമുദായത്തിന് അറിവ് പകർന്നു കൊടുക്കുന്ന സമയത്ത് നബിയോട് പറയുന്നുണ്ട്, ആകാശത്തെ കഷ്ണം കഷ്ണമാക്കി കാണിച്ചു തന്നാല്, അല്ലെങ്കിൽ സ്വർണം കൊണ്ടൊരു വീടുണ്ടാക്കി തന്നാല്, അല്ലെങ്കിൽ അള്ളാഹു മലക്കുകളും ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നത് എനിക്ക് കാണിച്ചു തന്നാല്, അല്ലെങ്കിൽ ഉറവ അല്ലെങ്കിൽ ഒരു പുഴ ഒഴുക്കി തരുന്നത് കാണിച്ചു തന്നാല് അല്ലാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് ഇവിടെ പറയുന്നുണ്ട്. അതിൽ തന്നെ 96 പറയുന്നത്, നീ പറയുക, എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായി അള്ളാഹു മതി. തീർച്ചയായും അള്ളാഹു തൻ്റെ ദാസന്മാരെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനും കാണുന്നവനുമാണ്. അവസാനത്തിൽ അള്ളാഹു പറയണതാ, എനിക്കും നിങ്ങൾക്കിടയിലെ സാക്ഷി അള്ളാഹു മദീന്. അഥവാ അള്ളാഹു നമ്മുടെ ശരീരത്തിൽ, നമ്മളെ കൈകളിൽ കാലുകളിൽ ഒക്കെ നമ്മൾ അള്ളാഹിന്റെ സാക്ഷികളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കെതിരായിട്ട് നാളെ അവരൊക്കെ വിളിച്ചു പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കും എന്താ പറയാ, നബി പറയണേ, എനിക്കും നിങ്ങൾക്കും കൂടെയുള്ള സാക്ഷി അള്ളാഹു തന്നെ മദീന്. അള്ളാഹു തൻ്റെ ദാസന്മാരെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനും കാണുന്നവനുമാണെന്ന്. അതിനർത്ഥം ഈ അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അംശം വഴിയാണ് നമ്മൾ ജീവിക്കുന്നതും നമ്മളെ പ്രപഞ്ചത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നതും ഒക്കെ ഈ ഒരു അംശം വഴിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ രഹസ്യവും പരസ്യം അള്ളാഹുവിന് വ്യക്തമായിട്ട് അറിയാനും കഴിയുന്നുണ്ട്. അപ്പോൾ അതുവഴിയൊക്കെ നമ്മളെ ഒരു സാക്ഷിയാണത്. നമുക്കെതിരെ അല്ലെങ്കിൽ നമുക്ക് സാക്ഷിയായിട്ട് നമ്മുടെ ശരീരത്തിലും അതിന് പുറത്തും തെളിവുകളുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ അള്ളാഹു പറയുന്നത്, എനിക്കും നിങ്ങൾക്കും ഇടയിൽ സാക്ഷി അള്ളാഹു മതി. തീർച്ചയായും അള്ളാഹു തൻ്റെ ദാസന്മാരെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനും കാണുന്നവനുമാണെന്ന്. നമ്മളെല്ലാ കാര്യം മനസ്സിൽ രഹസ്യമായാലും പരസ്യമായാലും നമ്മുടെ ഹൃദയത്തിലുള്ളതെല്ലാം അള്ളാഹു കാണുന്നുണ്ട്. കാരണം നമുക്ക് ചുറ്റിലും അവൻ വലയം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താ പറയുക, അവിടെ സാക്ഷി അള്ളാഹു മതി എന്ന് പറയുന്നുണ്ട്.